ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബീഫ് വെച്ച് കിടിലൻ കറിയാണ്. ഭയങ്കര സിമ്പിളാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വാക്കുക. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 1/4 തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി അരിഞ്ഞതും അതുകൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊച്ചുള്ളി 4 പച്ചമുളകും നടുവെന്ന് കീറിയതും അതോടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞയും വെളുത്തുള്ളി ചതച്ചതും ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയോടെ ഇട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടണം. നല്ലോണം ഒന്ന് വാടി വരണം. നമുക്ക് ആ വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് എടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 1.5 കിലോ ബീഫാണ്. അത് നല്ലോണം കഴുകിയത്. അത് നമുക്ക് കുക്കറിലോട്ട് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കണം. ഞാൻ ഇവിടെ എടുക്കുന്ന 5 വിസിലാണ് അടിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും വാടി വരും. മുളക് പൊടി ഇട്ട് നല്ല ആവശ്യത്തിന് ഉപ്പൂടെ ഇടണം. ഉപ്പൂടിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തീയിലോട്ട് വെക്കാം. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി നല്ലോണം വാടി വരും. ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിവേപ്പില ഇട്ടൊന്ന് വാട്ടാം. കരിവേപ്പിലയുടെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. വാടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയോടെ ഇടണം. പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മസാലപ്പൊടി ഗരം മസാല അതും 1 ടീസ്പൂണോട് ഇടണം. അതും 1 ടീസ്പൂണോട് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയൊന്ന് മൂത്ത് വരണം. അപ്പം നമ്മുടെ വെന്ത ബീഫ് കൂടെ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് തട്ടണം. ആ വെള്ളം ആ ബീഫ് കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പം നമ്മുടെ ബീഫ് കറിയാവും. മോനെ കിടില സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.